മൂന്നാറിൽ നാളെയും ദേശീയപാത ഉപരോധിച്ച് സമരം തുടരാൻ പൊമ്പിളൈ ഒരുമയുടെ ആഹ്വാനം. കമ്പനി മാനേജ്മെന്റുമായി നേരിട്ടുള്ള ചർച്ചയ്ക്കും ഒത്തുതീർപ്പുകൾക്കും തയ്യാറാണെന്നാണ് പൊമ്പിളൈ ഒരുമയുടെ നിലപാട്. അതേസമയം നാളെ റോഡ് ഉപരോധിക്കാതെ നിരാഹാര സമരം തുടരാനാണ് ട്രേഡ് യൂണിയന്റെ തീരുമാനം. ഒരേ പാക്കറ്റിലോ ഞങ്ങളുടെ തൊഴിലാളിയുടെ രക്തമാണത്. ആ തേയില ആരും മേടിച്ച് കുടിക്കരുത്. എല്ലാരും ഞങ്ങളെ വഞ്ചിക്കുകയാണ്. എല്ലാരും ഞങ്ങളെ വഞ്ചിക്കുക. പൊമ്പിളൈ ഒരുമയുടെ നേതൃത്വത്തിൽ നടത്തിയ ദേശീയപാത ഉപരോധത്തിൽ 1000-ഓളം പേരാണ് പങ്കെടുത്തത്. മൂന്നാറിലെ 18 കേന്ദ്രങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ വഴിതടയൽ സമരം നടത്തിയിരുന്നതിനാൽ കാൽനടയായാണ് ഭൂരിഭാഗം പേരും സമരമുഖത്തെത്തിയത്. അതേസമയം സമരമുഖത്തേക്ക് പുറപ്പെട്ടവരെ ട്രേഡ് യൂണിയനുകൾ ആക്രമിച്ചതായി തൊഴിലാളികൾ പറഞ്ഞു. நாங்கள் இல்லாம யூனியன் இல்லை, யூனியன் இல்லாம நாங்கள் இல்லாம யூனியன் தலைவரும் இல்லை. எங்களை ரொம்ப கஷ்டப்படுத்தி எங்களை கொடுமைப்படுத்துது. தலைவர்மார் பொஞ்சாதியில் அஞ்சாமல் பார்த்து ராஜமலையில் அவங்க பொண்டாட்டி மேலே இடிசியில் வேலை வாக்கு அவங்களுக்கு அதில் உள்ள கஷ்டம் தெரியல. நாங்கள் கஷ்டப்படுறதுனால எங்களுடைய கஷ்டத்துக்கும் எங்களுடைய வறுமைக்காக வேண்டி நாங்கள் வரோம். പൊമ്പിളൈ ഒരുമയ്ക്ക് ഐക്യദാർഢ്യവുമായി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും പുരുഷ തൊഴിലാളികളും രംഗത്തിറങ്ങി. ശമ്പള വിഷയത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ നാളെ മുതൽ ദേശീയപാത ഉപരോധിച്ച് സമരം ശക്തമായി തുടരാനാണ് പൊമ്പിളൈ ഒരുമയുടെ തീരുമാനം. நாளைக்கு எங்களுக்கு தீர்மானம் நல்ல தீர்மானம் கிடைக்கும். நாளைக்கு சாலை மறியல் போராட்டம் கண்டிப்பான முறைக்கு தொடரும். இது எல்லா தொழிலாளி சார்பாகவும் நான் சொல்லிக்கிறேன். കമ്പനിയുമായി നേരിട്ടുള്ള ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണെന്നും ഒത്തുതീർപ്പുകൾക്ക് സാധ്യതകൾ നിലനിൽക്കുന്നുണ്ടെന്നും പൊമ്പിളൈ ഒരുമൈ പറഞ്ഞു. അതേസമയം സൗത്ത് ലക്ഷ്മി എസ്റ്റേറ്റിലെ ട്രേഡ് യൂണിയൻ പ്രവർത്തക മണിമൊഴി ദേഹത്ത് മണ്ണെണ്ണയൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കി. ട്രേഡ് യൂണിയൻ പ്രവർത്തകർ ദേഹത്ത് വെള്ളമൊഴിച്ച് അവരെ സംഭവസ്ഥലത്ത് നിന്ന് മാറ്റുകയും ചെയ്തു. സമരം കൂടുതൽ ശക്തമാകുന്നതോടെ മൂന്നാറിലെ ടൂറിസം മേഖല സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. മൂന്നാർ വീണ്ടും സമരഭൂമിയായി മാറിയിരിക്കുന്നു. സമരം ശക്തമാക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമായിരിക്കും. മൂന്നാറിൽ നിന്നും ക്യാമറമാൻ എബിൻ സാബുവിനൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ.